യെസ്, നമുക്ക് കൊല്ലത്തേക്ക് പോകാം. ഏറെക്കുറെ 1 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂറിൽ എത്ര വലിയ പോളിംഗ്, എത്ര കണ്ട് പോളിംഗ് ഈ 7 ജില്ലകളിലും രേഖപ്പെടുത്തി എന്നുള്ളതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ഇപ്പോൾ നമുക്ക് കൊല്ലത്തേക്ക് പോകാം. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, നേരത്തെ ഏതോ ഒരു പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ മാറിപ്പോയി എന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? വോട്ടിംഗ് യന്ത്രത്തിൽ എന്തെങ്കിലും തകരാറൊക്കെ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആളുകളൊക്കെ എങ്ങനെയാണ്? അമൃത, കൊല്ലം ജില്ലയിൽ നിലവിൽ എല്ലാ ബൂത്തുകളിലും വോട്ടിംഗ് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷന്റെ ഈ വോട്ടിംഗ് മെഷീനായിരുന്നു മാറി വന്നത്. അതിപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുകയും ആ ഭാഗത്തെല്ലാം ഇപ്പോൾ വോട്ടിംഗ് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡായ ചങ്ങൻകുളങ്ങരയിൽ നിന്നായിരുന്നു. അവിടെ ബൂത്ത് നമ്പർ 1-ൽ യന്ത്ര തകരാറുണ്ടായിരുന്നു. ഏകദേശം അരമണിക്കൂറോളം വൈകി അവിടെയും ഇപ്പോൾ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ തടസ്സങ്ങളൊന്നുമില്ലാതെ വോട്ടിംഗ് നടക്കുകയും ചെയ്യുന്നുണ്ട്. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിര ഇല്ല എന്നുള്ളൊരിതേ ഉള്ളൂ. പക്ഷേ ആളുകൾ വരുന്നു, വോട്ട് ചെയ്യുന്നു. എപ്പോഴും ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം സംബന്ധിച്ചുള്ള ആദ്യ മണിക്കൂറിൽ വോട്ടിംഗ് ശതമാനം എത്ര എന്നുള്ളത് അറിയാനാണ് ഇപ്പോൾ ഒരു പ്രധാനമായിട്ടുള്ളൊരു കാത്തിരിപ്പെന്ന് പറയുന്നത്. മറ്റൊരു വോട്ടിംഗ് മെഷീൻ തകരാറിലായത് കൊല്ലം കോർപ്പറേഷനിൽ വരുന്ന ഭരണിക്കാവ് വാർഡിലെ 1-ാം നമ്പർ ബൂത്തിലായിരുന്നു. അവിടെയും വോട്ടിംഗ് മെഷീൻ തകരാറിലായി. തുടർന്ന് ഇപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് കുറിച്ച് ആലോചിച്ച് ഒരു വോട്ട് കൊടുക്കാൻ ഒരു അവസരം. അപ്പോൾ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഒന്ന് വന്ന് എല്ലാവരും ഇറങ്ങി ഒരു വോട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനും നമ്മുടെ നാടിനും വേണ്ടി ഒരു ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അത് ഞാൻ 13-ാം തീയതി വൈകുന്നേരം ഞാൻ പറഞ്ഞുതരാം. Our constitution and our democracy gives every Indian citizen an opportunity every 5 years to think about their needs, think about their issues, think about their future, their family's future, and cast a vote for their future. I appeal to all Malayalis today. This is the local body election. This is about their Gram Panchayat. This is about their municipality and corporation. Please come out and vote in large numbers and usher in change. Thank you. Jai Hind. I hope there is a good turnout. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സംസാരിക്കുകയായിരുന്നു. അവിടെയും വിജയപ്രതീക്ഷ തന്നെ പങ്കുവെക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ലിജോ റോളൻസ് തുടരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ലിജോ, നമ്മൾ നേരത്തെ സംസാരിച്ചത് അവിടുത്തെ വോട്ടിംഗ് ഈ വലിയ നിരയൊന്നും കാണുന്നില്ലെങ്കിലും ആളുകൾ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. 1 മണിക്കൂർ ഇപ്പോൾ പിന്നിടുകയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല എന്നും മനസ്സിലാക്കുന്നുണ്ടല്ലേ? അതെ, ശാന്തമായി തന്നെയാണ് കൊല്ലം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും വോട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 61 പ്രശ്നബാധിത ബൂത്തുകളാണ് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആ ഭാഗത്തെല്ലാം വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അമൃത പറഞ്ഞതുപോലെ തന്നെയാണ്, വലിയ നിര ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇടതടവില്ലാതെ ഈ വോട്ടിംഗ് പുരോഗമിക്കുന്നു. ആളുകൾ വരുന്നു, വോട്ട് ചെയ്യുന്നു, പോകുന്നു. അത്തരത്തിൽ സുഗമമായ ഒരു വോട്ടിംഗ് തന്നെയാണ് പുരോഗമിക്കുന്നത്. അത് ഗ്രാമപഞ്ചായത്തുകളിലായിക്കോട്ടെ മറ്റെല്ലാ ഭാഗങ്ങളിലും അത്തരത്തിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രമുഖരായിട്ടുള്ള ആളുകൾ, അതായത് രാവിലെ തന്നെ ആദ്യ വോട്ടറായി എത്തിയത് NK പ്രേമചന്ദ്രനായിരുന്നു. NK പ്രേമചന്ദ്രൻ വന്നു, വോട്ട് ചെയ്ത് ഉടനെ തന്നെ മടങ്ങാൻ കഴിഞ്ഞു. അതിനുശേഷം ഇനിയുള്ളത് കൊട്ടാരക്കര മാർത്തോമ സ്കൂളിൽ KN ബാലഗോപാലും PC വിഷ്ണുദാസ് ശാസ്താംകോട്ടയിൽ വോട്ട് ചെയ്യും. കൊടിക്കുന്നിൽ സുരേഷും ഈ കിഴക്കേത്തെരുവ് സ്കൂളിലാണ് വോട്ട് ചെയ്യുന്നത്. മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാർ ഈ വളകം സ്കൂളിൽ വോട്ട് ചെയ്യും. M മുകേഷ് MLA 11 മണി കഴിയുമ്പോഴായിരിക്കും പട്ടത്താനം SNDP UP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തുന്നത്. അത്തരത്തിൽ പരമാവധി ഉച്ചയ്ക്ക് മുൻപ് തന്നെ പ്രധാന നേതാക്കളെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തും. അത്തരത്തിലുള്ള ഒരു ക്രമീകരണം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ബൂത്തുകളിലും 2720 പോളിംഗ് സ്റ്റേഷനുകളാണ് കൊല്ലം ജില്ലയിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. 1678 ആളുകൾ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർഡുകളിലേക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്രത്തോളം 2720 പോളിംഗ് ബൂത്തുകളിലും സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എല്ലായിടവും ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ഉൾപ്പെടെ അറിയാൻ കഴിയുന്നത്. അമൃത.